ഹായ്, ഞാൻ ഈ ബ്രൈഡൽ മേക്കപ്പ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 18 വർഷം കഴിഞ്ഞു. 18 ഒരു 2500 ബ്രൈഡൽ മേക്കപ്പെങ്കിലും നമ്മൾ ചെയ്തിട്ടുണ്ടാവും ഇതിനോടകം. പക്ഷേ നമ്മൾ ഒരുപാട് മേക്കപ്പിന് ഒരുപാട് മാറ്റങ്ങൾ വന്നു. കാര്യം ഈ അന്നത്തെ പോലുള്ള മേക്കപ്പ് അല്ല ഇപ്പോൾ ചെയ്യുന്നത് നമ്മൾ. കാര്യം ഒരുപാട് മാറ്റങ്ങൾ വന്നു. അന്നും എയർ ബ്രഷ് മേക്കപ്പ് ഉണ്ടായിരുന്നാലും ആർക്കും അത്ര അറിയത്തില്ലല്ലോ അതിനെക്കുറിച്ചൊന്നും. പക്ഷേ എന്നാലും ഇപ്പം എയർ ബ്രഷ് മേക്കപ്പ് ഒരുപാട് മാറ്റങ്ങൾ, അതനുസരിച്ചാണ് നമ്മൾ ഇപ്പോഴത്തെ മേക്കപ്പുകളെല്ലാം ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, അന്നും ഇന്നും മാറാത്ത ഒരു കാര്യമുണ്ട്. അത് നിങ്ങൾക്കറിയാമോ എന്താണെന്ന്? ദേ ഈ വീഡിയോയിൽ കാണുന്ന രംഗങ്ങളാണ് അന്നും ഇന്നും മാറാത്ത ഒരു കാര്യം. എല്ലാ കുട്ടികളും ഇതുപോലെ തന്നെയാണ്. അന്നത്തെയും ഇന്നത്തെയും കുട്ടികൾക്ക് ഒരു മാറ്റവും ഇല്ല. സത്യത്തിൽ അതൊരു ഭയങ്കര അനുഭവം തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ കാര്യങ്ങൾ മാത്രം മാറിയിട്ടില്ലെന്നുള്ളതാണ്. അത് ഒരു ട്രഡീഷണലായിട്ട് തന്നെയാണ് അത് തുടരുന്നത്. പക്ഷേ എല്ലാ കുട്ടികളും നമുക്ക് ദക്ഷിണ തരുമ്പോൾ നമ്മുടെ കാലേ തൊട്ട് തൊഴുകാനായിട്ട് വരും. എന്തോ എനിക്ക് കാലേ തൊട്ട് തൊഴുകുന്നതിനോട് വലിയ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ അവരെ അതിന് പകരം വാരി പുണരാറുണ്ട്. അപ്പം വാരി പുണരുമ്പം കിട്ടുന്നൊരു അനുഭവം ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സുഖമാണ്. അത് നിങ്ങൾക്ക് അങ്ങനെയാണോ? എനിക്കങ്ങനെയാണ് കേട്ടോ. വാരി പുണരും, എല്ലാവരെയും അങ്ങനെയാണ്. നമ്മൾ ഓരോ മേക്കപ്പ് ചെയ്ത് ഓരോ കുട്ടികളെ നമ്മൾ ഒരുക്കി കഴിയുമ്പോഴും എൻ്റെ മക്കളെ ഞാൻ ഒരുക്കി വിടുന്ന ഒരു ഫീലിങ്സാണ് നമുക്കപ്പോൾ തോന്നുന്നത്. ശരിക്കും അങ്ങനെ തന്നെയാണ് എല്ലാവർക്കും, എല്ലാ മേക്കപ്പ് ആർട്ടിസ്റ്റിനും അങ്ങനെ ആയിരിക്കും. നമ്മുടെ ഒരു സ്വന്തം മകളെ എങ്ങനെയാണോ ഒരുക്കി വിടുന്നത്, എത്രത്തോളം ഭംഗിയാക്കാം അത്രത്തോളം ഭംഗിയാക്കിയായിരിക്കും നമ്മളെ വിടുന്നത്, അല്ലേ? അപ്പം ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, അതൊക്കെ ഓക്കെ. പക്ഷേ എന്നാലും അന്നും ഇന്നും മാറാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറഞ്ഞത്. എനിക്ക് വല്ലാത്തൊരു അനുഭവം. അത് അന്നത്തെ വീഡിയോ ഒന്നും എൻ്റെ കയ്യിലില്ല, പഴയ വീഡിയോസൊക്കെ ഉണ്ടല്ലോ. പക്ഷെ അന്ന് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാനിപ്പോൾ ചിന്തിച്ചത്. വളരെ വല്ലാത്തൊരു അനുഭവമാണത്. നമ്മളെ ഓരോ മക്കളെ ഇങ്ങനെ പറഞ്ഞു വിടുമ്പോൾ കിട്ടുന്നൊരു ഇതുണ്ടല്ലോ, ആ ഒരു അനുഭവം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് നമുക്കിങ്ങനെ കിട്ടുമ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ ശരിക്കും ഒരു വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ. പറയാൻ പറ്റത്തില്ല, ഭയങ്കര ഒരു അനുഭവമാണ്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനെയാണോ? ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഓക്കെ.